M4 ഫാമിലി. അപ്പൊ ഇന്ന് എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ? ഞങ്ങൾ ഇന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു. ആദ്യമേ നമുക്ക് ബാക്ക് ക്യാമറ ഒന്ന് എടുക്കാവേ. ദേ ഞങ്ങളുടെ പ്ലോട്ടിൽ നിന്ന് ആ ഗേറ്റ് തുറന്ന് അപ്പുറത്തോട്ട് കാല് വെക്കുന്നതാണ് ഞങ്ങളുടെ പോളിംഗ് ബൂത്ത്. രാവിലെ തൊട്ട് നമ്മുടെ ബന്ധുക്കാർ ഓരോരുത്തരായിട്ട് പോൾ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇന്നാണ് ബന്ധുക്കാരൊക്കെ ഈ വഴിക്ക് വരുന്നത്. അപ്പം ഇത്ര അടുത്ത് പോളിംഗ് ബൂത്ത് ഉള്ളപ്പം പ്രായമുള്ളവരൊക്കെ ആണെങ്കിലും അവിടെ വന്ന് കുറച്ചു നേരം ക്യൂ ഒക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരും. വർത്തമാനം പറഞ്ഞ് നമ്മുടെ പഴയ കാര്യങ്ങളും എല്ലാം, അവരൊക്കെ ജനിച്ചു വളർന്നപ്പോൾ തൊട്ടുള്ള പഴയ വീടാണ് ഞങ്ങളുടേത്. അപ്പം അവരുടെ ആ പഴയ കാര്യങ്ങളും രാവിലെ തൊട്ട് ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇനിയും വോട്ട് ചെയ്യാൻ കിടക്കും കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഈ ഒരു സമയത്ത് പതി ഇറങ്ങുവാണെങ്കിൽ അവിടെ വലിയ തിരക്കൊന്നും കാണത്തില്ല എന്ന് ഞങ്ങളും ആലോചിച്ചു. ഉച്ച സമയമാകുമ്പോഴത്തേന് ഞങ്ങൾക്ക് ലാസ്റ്റ് മൊമെന്റിലാണ് ഓടിച്ചെല്ലാം. പ്രായമായവരൊക്കെ രാവിലെ വന്ന് വോട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തിരക്കുണ്ടാകുന്ന ഇടയ്ക്ക് നമ്മുടെ ഒരു അമ്മച്ചേക്ക് വന്നപ്പോ പറഞ്ഞു നല്ല ക്യൂ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം ആളില്ലായിരിക്കും. ഇനിയിപ്പൊ പതിയെ പോയി വോട്ട് ചെയ്യണം. ഞങ്ങക്ക് പിന്നെ കുഴപ്പമില്ല, 5 മണി ആയാലും പോയാലും ലാസ്റ്റ് മൊമെന്റിൽ ഓടിപ്പോയി. കാര്യം ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്കൂളിന്റെ മിറ്റമാണ്. പിന്നെ നടന്നു നേരെ ആ റൂമിലേക്ക് ചെല്ലുക എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പ്ലോട്ടിൽ നിന്ന് ഒരു കാല് അപ്പുറത്തോട്ട് വെച്ചാൽ മതി, ഞങ്ങളുടെ പോളിംഗ് ബൂത്തായി. ഇങ്ങനെ സൗകര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇത്രേ അടുത്ത് പോളിംഗ് ബൂത്ത് ഉള്ള, അതായത് ഏത് ഇലക്ഷൻ വന്നാലും ഇത്രേ അടുത്ത് പോളിംഗ് ബൂത്ത് ഉള്ള ഏതെങ്കിലും വീട്ടുകാരുണ്ടോ? ഞങ്ങളോട് ഇത്ര അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ, ഞങ്ങൾക്ക് താഴെ നമ്മുടെ കൊച്ചുകുഞ്ചാനൊക്കെ ഉണ്ട് താമസിക്കുന്നത്. അവർക്കും നമ്മളെ പോലെ തന്നെയാണ്. പിന്നെ അപ്പുറത്ത് തമ്പിസാറുണ്ട്. സാറായാലും ഇത്ര അടുത്ത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു 4 വീട്ടുകാർക്കേ ഉള്ളൂ ഈ ഒരു സൗകര്യം. ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തായി. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എല്ലാരും അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി മുൻപോട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ. ഇതാണ് ഞങ്ങളുടെ പേര് പറഞ്ഞേ, എമ്മി. ഇത് ഈദൻ. കിച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കിച്ചുവിന് ഇന്ന് കിച്ചുവിനെന്നല്ല, എല്ലാ പിള്ളേർക്കും അവധിയായിരിക്കും. പിന്നെ പക്ഷെ ഇന്നലെ മുതൽ പുള്ളിക്ക് അവധിയാ കേട്ടോ. അവിടെയും സ്കൂള് അവർക്ക് ഇന്നലെ മുതൽ ഇത് ബൂത്തിന്റെ ഇതായിട്ട് നിൽക്കുന്നോണ്ട് അവധിയാണ്. പിന്നെ ഈ പുള്ളിക്ക് ഇന്ന് അവധിയില്ല. സോറി വന്നല്ലേ. എന്റെ പേര് ബോണി, ഇത് മരിയ. ഞാനൊരു യൂട്യൂബ് ചാനൽ ഓണറാണ്. അത് ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽ അല്ല കേട്ടോ, ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ യൂട്യൂബ് ചാനലിന്റെ ഓണർ, കാരുണ്യ ക്രിയേഷൻസ് എന്നുള്ള ചാനലിന്റെ ഓണറാണ്. അതിന്റെ ഒരു ലൈവ് സ്ട്രീമിംഗ് യൂണിറ്റ് തന്നെ നമുക്കുണ്ട്. അത് നിങ്ങളുടെയൊക്കെ എന്ത് ഫങ്ഷൻസ് ആയാലും, കല്യാണം, മരണം, ഹൗസ് വാമിങ്, വെഡിങ്, അതായത് എന്ത് ഫങ്ഷൻസ് ലൈവ് യൂട്യൂബിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഏതിലേക്ക് ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഒരു യൂണിറ്റ് ഒക്കെ ഉണ്ട്. യൂണിറ്റ് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇന്ന് വർക്ക് എടുത്തിട്ടില്ലായിരുന്നു. നാളെ തൊട്ട് കണ്ടിന്യൂസ് വർക്കുണ്ട്. ഇന്ന് പിന്നെ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് വർക്ക് എടുത്തില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. അതല്ല കേട്ടോ, ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ കിടക്കുന്നപ്പോഴേ ഞങ്ങളുടെ എല്ലാ ഫോൺ സൈലന്റ് മോഡിൽ ആക്കിക്കോളാൻ പുള്ളി പറഞ്ഞു. പക്ഷെ വർക്ക് വന്നില്ലെന്നല്ല, വർക്ക് എല്ലാ ദിവസവും വരുന്നതാണ്. ഇന്നൊരു ചെറിയൊരു മടി, ഇന്ന് ഒരു വോട്ട് ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയെന്നല്ല, ഇന്ന് എന്താണോ കുറച്ചേറെ എനിക്ക് കിടന്ന് ഉറങ്ങണം, ഒരു 10-10:30 വരെ എന്നെ വിളിക്കില്ലെന്ന് പറഞ്ഞ്. ഇന്നലെ പാറാപ്പള്ളി പെരുന്നാളിന് പോയേക്കുമായിരുന്നു കേട്ടോ. ഇന്നലെ പാറാപ്പള്ളി പെരുന്നാളിന് ഞങ്ങള് ഒരു പ്രദക്ഷിണം വന്ന് കുശുമൂട്ടിലോട്ട് വന്നപ്പോഴത്തേന് ഞങ്ങള് ചെന്നു. രാവിലെ ഇന്ന് വീട്ടിൽ ഇരുന്നപ്പോഴത്തേനാണ് പറമ്പിൽ ഇത് ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്ത കപ്ലങ്ങയാണ്. കപ്ലങ്ങയല്ല, കപ്ലത്തേന്നുണ്ടായ കപ്ലങ്ങയാണ്. കുഴപ്പമില്ല കേട്ടോ, മധുരമൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു, വളം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം വെക്കുമ്പോ എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. കപ്പളത്തിന് അങ്ങനെ വെള്ളത്തിന്റെ ആവശ്യം അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെയുണ്ട്, വേണോ? കഴിച്ചു നോക്കിയേ. ഇത് രണ്ടും ഇങ്ങനത്തെ ഒരു സാധനവും കഴിക്കത്തുമില്ല, പച്ചക്കറിയും കഴിക്കത്തില്ല. അത് ബോണിച്ചിനും അങ്ങനെ കേട്ടോ. അപ്പൊ എനിക്ക് ഈ പച്ചക്കറിയോടാണ് കൂടുതൽ താല്പര്യം. പക്ഷെ ബോണിച്ചിന് ഈ ചിക്കനും മീനും ബീഫും സൈഡായിട്ട് വേണം. ആർക്ക്? മമ്മയ്ക്ക്.
ആയിക്കോട്ടെ. ഇത് കണ്ടോണേ, എമിക്ക് ഞാൻ ഇതൊന്ന് കൊടുത്തു നോക്കുവാണേ. എമി ഇന്നാ. താല്പര്യമില്ല. അങ്ങനെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഉച്ചയൊക്കെ ആകാറായി. നമുക്കിത് ഈ ഗേറ്റിന്റെ അവിടെ നിന്ന്, ഈ കാണുന്ന നമ്മുടെ പ്ലോട്ടാണ്. ഈ പ്ലോട്ടിൽ നിന്ന് അടുത്ത ഒരു കാല് വെച്ചാൽ മതി അപ്പുറത്തോട്ട് നമ്മുടെ പോളിംഗ് ബൂത്തായി. ബോണിച്ചാരാണ്ടോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എമിയുണ്ട് എൻ്റെ കൂടെ. എമി എവിടെ പോവാ എമി? ആർക്കാ? അവക്ക് തന്നെ ചെയ്യാൻ പോവാ. ഓക്കെ, വേറെ ആർക്കും ചെയ്യത്തില്ലല്ലേ? എമി ആർക്ക് വോട്ട് ചെയ്യുന്നേ? എനിക്ക്. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ നല്ല ഒരു അടിപൊളി മാവുണ്ട്. കണ്ടോ? ഇവിടെ നിൽക്കാൻ എന്നെ തണുപ്പാന്നറിയോ? ഭയങ്കര തണുപ്പാ. അപ്പൊ ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് വരാവേ. ടാറ്റ. അപ്പോൾ വോട്ട് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ.